അങ്ങനെ കുറച്ച് നേരം കാർബോ ട്രെയിനിങ് കഴിഞ്ഞ് ബാക്കി അവിടെ എത്തുന്നവരോട് എത്തി അവൾ അവിടെ നിൽക്കുന്നതോടെ കളിയും തുടങ്ങി. അപ്പൊ ഇത്രയുള്ള കുഞ്ഞു വീഡിയോ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഹായ് ഗൈസ്, ഇതാണ് ദാനപ്പന്റെ വാർഡ്രോബ്. ദാനപ്പന്റെ മാത്രമല്ല ഞങ്ങളുടെ വാർഡ്രോബാണ്. ഞാൻ ആദ്യം എല്ലാം വാരി വലിച്ചിട്ടേക്കുമ്പോൾ നമുക്കെല്ലാം ഒതുക്കി പറക്കുന്നതിനിടയിലാണ് ഞാൻ എൻ്റെ പഴയ ഒരു ബാഗ് എടുത്തത്. വള്ളി പോയായിരുന്നു. കുറേ ബാഗ്സ് കൊണ്ട് ഒതുക്കി സിനിമ കാണത്തില്ല, അല്ലെങ്കിൽ വള്ളിയാണ് ഒതുക്കി പറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ ക്യാഷ് കിടക്കുന്നുണ്ടോ ഒക്കെ കൊണ്ടിടുന്നതാണ്. ദാനപ്പന്റെ ഓണപ്പൊടിയായിരുന്നു, ഫസ്റ്റ് ഓണപ്പൊടി. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം തൂക്കി കുറച്ച് നല്ല പൊടിയായിരുന്നു. അവരുടെ ക്യാപ്സും മിറ്റൻസും സോക്സും ഒക്കെ ഇട്ടേക്കുന്ന ഒരു ബോക്സാണ്. ദാനപ്പന്റെ പുക്കിൾ കൂടിയും കിട്ടിയിട്ടു. അങ്ങനെ ഞാൻ അവിടെ എല്ലാം നോക്കി ചെയ്തു. എന്നിട്ട് എല്ലാം നന്നായി ചോദിക്കി വെച്ചു. ഇതെല്ലാം ഏറ്റവും വലിയ ടാസ്ക് ദാനപ്പന്റെ തുണി ഞാൻ ഏകദേശം 12 മണി വരുന്ന 2 മണിക്കൂർ എടുത്ത് എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ടു. അപ്പം നമുക്ക് എന്താ പറയുക, അവരുതായിരുന്നു കളി തന്നെയാണ്. ഞാൻ 3 ദിവസം എടുത്തിട്ടാണ് കേട്ടോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ചെയ്തത്. കാരണം എല്ലാം 3 ദിവസം നടക്കില്ല, 4 കടക്കെ ഓടുന്നതുകൊണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. അപ്പം ബൈ. ഗൈസ്, ഇതാണ് ദാനപ്പന്റെ. ഞങ്ങൾ ദാനപ്പന്റെ ഒരു വേളി കാണാനായിട്ട് പോയിട്ട് വേളി കൂടി ശംഖുമുഖത്ത് പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോണോ ട്രാവലർ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി. നേരെ കുറെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടിരിക്കുകയെന്ന് വെച്ചിട്ട് ആസാമിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ദാനപ്പന്റെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നായിരുന്നു. ഞാൻ പഴമാണ് കേട്ടോ, വേണ്ട 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 എന്ന് പറയുവാണ്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് കുറച്ച് ഫുഡ് അവർക്ക് കൊടുത്തു. ഞങ്ങൾ ബട്ടർ നാനും അപ്പവും ബട്ടർ ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കപ്പിയും കൂടെ എഴുതാൻ കഴിയുമായി. നേരെ ഞങ്ങൾ തിയേറ്ററിലോട്ട് പോയി. ദാനപ്പന്റെ കാറിൽ ഉറങ്ങിയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഒരേ ബഹളമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 4ാമത്തെ 5ാമത്തെ സീറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത്. 1, 2, 3 അവിടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ അതിൽ ആരും വരുന്നതോടെ ഞാൻ 3ിലോട്ട് ഇരുന്നെങ്കിൽ മാത്രമേ അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ് മൂവി ടൂറിസ്റ്റ് ഫാമിലിയാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയി. നല്ല മൂവിയായിരുന്നു. സിനിമ തുടങ്ങി ഇൻ്റർവെല്ലായിട്ടും അവിടെ ഉറങ്ങിയാലും ഭയങ്കര ബഹളമായിരുന്നു. കരച്ചിലല്ല, അത് പ്രകടനം. ഇൻ്റർവെൽ കഴിഞ്ഞ് സിനിമ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ ഒന്ന് ഉറക്കി. അങ്ങനെ നല്ല സിനിമയായിരുന്നു. ഞങ്ങൾ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് 11 മണിയായി. ഇപ്പോഴത്തേക്ക് വിശപ്പ് മണിക്ക് ഫുഡ് വന്നാൽ പോയി. ദാനപ്പന്റെ ഉറങ്ങി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ കുഞ്ഞു. ഹായ് ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ ട്രിവാൻഡ്രത്ത് ലുലുമോളിനടുത്തുള്ള അണ്ടർ വാട്ടർ കാണാനായിട്ട് പോയായിരുന്നു ദാനപ്പനെ കൂടി. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിറ്റേന്നായപ്പോഴത്തേക്ക് ദാനപ്പനെ പറയാൻ വീഡിയോ ഒന്നും എഴുതാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ ഫോൺ നരിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഈ വീഡിയോ പണിപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും തിരക്കുണ്ടാവും ഞങ്ങൾ കരുതിയില്ല. സത്യത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകാതിരിക്കുന്നതിനായിട്ട് ഏറ്റവും ബെറ്റർ. എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പേർത്തിട്ടാണ് അവർക്ക് പറയുന്നുണ്ടാകുന്നത്. അങ്ങനെ വെന്റിലേഷൻ ഞങ്ങൾ ട്രിവാൻഡ്രം ലുലുവിൽ ഒരു ഫിലിം കാണാനായിട്ട് പോയിരുന്നു. പൂജ ഹെഗ്ഗയും സൂര്യയും മെട്രോ ഫിലിമിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരും. ഹായ് ഗൈസ്, ഇക്കാലത്ത് കുറേ നാളായിട്ട് ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് തമ്മിൽ പിടിച്ച അപ്പേക്ക് ഞാൻ റോസ്റ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തേക്ക്. ഇൻഫ്യൂസ്ഡും ഞങ്ങൾ ദാനപ്പന്റെ ഒന്നും ഓർഡർ ചെയ്തില്ല. അവിടെ ഇപ്പോൾ കിട്ടും പിന്നെ കിട്ടുമ്പോൾ കാത്തിരുന്നു. കുറേയൊക്കെ ചൂണ്ടിക്കാണിച്ചു, പക്ഷെ ഒന്നും വാങ്ങി കൊടുത്തില്ല. വാങ്ങി കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ നമ്മുടെ ടേബിളിൻ്റെ മണ്ടയിലേക്ക് കയറുമ്പോൾ ചവിട്ട് കാണാൻ കളിക്കായിരുന്നു. കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു പുള്ളിക്കാരി. അപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ് വന്നു, ഞാൻ കഴിച്ചു. കുറച്ച് ഫ്ലേക്സ് ഒക്കെ കൂടുതലായിരുന്നു, എന്നാലും വലിയ തിരക്കിയിട്ടില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. എനിക്ക് തരാറുണ്ട് തിങ്ങനാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദാനപ്പന്നെ നോക്കിയിരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇക്കാടെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ വന്നു. തീയൊരു അഭിഷേകമായിരുന്നു. ദാനപ്പൻ വിചാരിക്കണം ഈ വാപ്പി എന്തോന്ന് തീ കൊണ്ട് തിന്നണമെന്ന് പറഞ്ഞിട്ട് ദാനി നോക്കിയിരിക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞു. അകത്ത് എന്തൊക്കെയോ ചേർത്ത സാധനമാണ് കേട്ടോ. വീട്ടിലോട്ട് പോകുന്നു. ദാനപ്പൻ അവളുടെ കളി തുടങ്ങി. അപ്പൊ ഇത്രയാണ് നമ്മളൊരു കുഞ്ഞു വീഡിയോ. ഇക്കാലത്ത് കുറെ നാളായിട്ട് ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് തമ്മിൽ പിടിച്ച അപ്പേക്ക് ഞാൻ റോസ്റ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തേക്ക്. ഇൻഫ്യൂസ്ഡും ഞങ്ങൾ ദാനപ്പന്നെ ഒന്നും ഓർഡർ ചെയ്തില്ല. അവൾ ഇപ്പോൾ കിട്ടും പിന്നെ കിട്ടുമ്പോൾ ഒരു കാത്തിരുന്നു. കുറേയൊക്കെ ചൂണ്ടിക്കാണിച്ചു, പക്ഷെ ഒന്നും വാങ്ങി കൊടുത്തില്ല. വാങ്ങി കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ നമ്മൾ ടേബിളിൻ്റെ മണ്ടയിൽ കയറുമ്പോഴത്തേക്ക് ചവിട്ട് നടന്ന് കളിക്കായിരുന്നു കേട്ടോ. കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു പുള്ളിക്കാരി. അപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ്